നമസ്കാരം. ഞാൻ റജി ഞലാനി, കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെൻ്റ് ചെയർമാനാണ്. ക്രിസ്ത്യൻ സഭകളിൽ ജാതി വ്യവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവൻ്റെ ആത്മാഭിമാനമാണ്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ദളിതർക്ക് ഇനിയും രക്ഷയില്ല. 1855 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിക്കുന്നവരെ ഈ പാവപ്പെട്ട നിസ്സഹരായ മനുഷ്യരെ ബലമായി പിടിച്ച് അടിമച്ചന്തയിൽ വിലയ്ക്ക് വിറ്റിരുന്നു. ഒരു കാളയ്ക്കും ഒരടിമയ്ക്കും തുല്യ വിലയായിരുന്നു. ക്രിസ്ത്യൻ സഭകളിൽ ഒരു ദിവസം പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ബാക്കി 6 ദിവസം പള്ളികളിൽ കീഴ്ജാതിക്കാരായ മനുഷ്യരെ പിടിച്ചു കെട്ടിയിട്ട് അടിമകളായി വിലയ്ക്ക് വിറ്റിരുന്ന കാലം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ദളിതർക്ക് ക്രിസ്ത്യൻ സഭകളിൽ ഇപ്പോഴും ആധുനിക അടിമത്വവും ചൂഷണവും അനുഭവിക്കേണ്ടി വരുന്നു. ഇനി എന്നാണ് ഇവർക്ക് മോചനം ലഭിക്കുക? ഈ ആധുനിക ലോകത്ത് ഇപ്പോഴും സവർണജാതിയും അവർണജാതിയും എന്ന വേർതിരിവ് എന്തിനാണെന്ന ചോദ്യം പൊതുസമൂഹത്തിന് നേർക്ക് വിരൽ ചൂണ്ടുകയാണ്. ദളിത് ക്രൈസ്തവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ, അവരെ ഇനിയെങ്കിലും പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കൺവെൻഷൻ ഈ മാസം, അതായത് ഡിസംബർ മാസം 21/12/2024 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ പാലാ KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള റോഡിനോട് ചേർന്നുള്ള ടോംസ് ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പ്രവർത്തനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വെച്ച് അംഗത്വം ലഭിക്കുന്നതുമാണ്. ഈ പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും പ്രസ്തുത കൺവെൻഷനിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവരുടെ സങ്കടം നമ്മൾ കാണാതെ പോകരുത്. ഈ പാവങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദം 30(1) അനുസരിച്ചുള്ള കത്തോലിക്ക സഭയുടെ മത ന്യൂനപക്ഷ പദവി അടിയന്തരമായി എടുത്തു കളയണം. പൊതുസമൂഹത്തിന്റെയും ദളിത് സംഘടനകളുടെയും നിരന്തര പോരാട്ടങ്ങൾ പരമായി 14/12/1957 26,705/57 നമ്പർ സർക്കാർ ഉത്തരവിലൂടെയാണ് ദളിതർക്ക് 1% സംവരണം ലഭ്യമാക്കിയത്. ഫലത്തിൽ അതും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ശതമാനത്തിലേക്ക് ലത്തീൻ കത്തോലിക്ക, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളെ കൂടി ചേർത്തത് വഴി വീണ്ടും ഇവർ പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത്. സർക്കാരും ഇത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1% സംവരണത്തിൽ 0.5% വീതം ഇവർക്ക് തുല്യമായി വീതിച്ചു നൽകുകയോ ദളിത് ക്രൈസ്തവർക്ക് 1% സംവരണം പുതിയതായി അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ 63% പട്ടികജാതി ക്രൈസ്തവരും 37% കത്തോലിക്കരുമാണുള്ളത്. മത ന്യൂനപക്ഷമെന്ന നിലയിൽ കത്തോലിക്ക സഭയ്ക്ക് 54,933 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളപ്പോൾ ജനസംഖ്യാടിസ്ഥാനത്ത് നോക്കിയാൽ 34,610 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പട്ടികജാതിക്കാർക്ക് അർഹതയുണ്ട്. എന്നാൽ ഒരൊറ്റ സ്ഥാപനം പോലും ഇവർക്കില്ല. സഭയുടെ സ്ഥാപനങ്ങളിൽ ആകെയുള്ള തസ്തികയും അതിൽ എത്ര ദളിതർക്ക് ജോലി നൽകിയെന്നും പുറത്തു പറയുവാൻ കത്തോലിക്ക മെത്രാന്മാർക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. ദരിദ്രനായി ജനിച്ച് ദരിദ്രർക്കായി ജീവിച്ച് അവരോടൊപ്പം പന്തിഭോജനം നടത്തി മാതൃക കാണിച്ച് മരിച്ച ലോകരക്ഷകനായ യേശുനാഥന്റെ നാമത്തിൽ നിലനിൽക്കുന്ന കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലും പള്ളികളിലും സെമിനാറുകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും 5% സംവരണം പോലും ദളിതർക്ക് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം കണക്കുകൾ വരും ദിവസങ്ങളിൽ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. മാമുദിസ എന്ന കൂദാശ സ്വീകരിച്ചവർ യേശുവിന്റെ മൗതി ശരീരത്തിലെ അംഗങ്ങളാണ്. അതുവഴി എല്ലാവരും തുല്യരാണ്. ഒരംഗത്തിന് മറ്റേ അംഗത്തോട് മാറി നിൽക്കുവാൻ പറയാനുള്ള അവകാശമില്ല. ക്രിസ്ത്യൻ സഭകളിൽ ജാതിയില്ലെന്ന് പറഞ്ഞാണ് സർക്കാരിൽ നിന്നും മത ന്യൂനപക്ഷ അവകാശം നേടിയെടുത്തത്. അതിന്റെ ആനുകൂല്യങ്ങൾ സവർണ ക്രിസ്ത്യാനികൾ അനുഭവിച്ചു വരികയാണ്. എന്നാൽ ഇന്ന് ക്രിസ്ത്യൻ സഭകളിൽ സവർണരും അവർണരും എന്ന ജാതീയ വേർതിരിവ് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. ക്രിസ്ത്യൻ സഭകളിലെ ആത്മീയവും ഭൗതികവുമായ ആധുനിക അടിമത്തം ഇന്നും തുടരുകയാണ്. ദളിതർക്ക് വേണ്ടി പ്രത്യേകം ക്രിസ്മസ് ദിനം പോലും സഭയിൽ നടത്തപ്പെടുന്നു. പ്രത്യേകം പള്ളികൾ സ്ഥാപിക്കുന്നതിന് ഒരുങ്ങുകയാണ്. ദളിതന്റെ മൃതശരീരം പോലും ചില പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് കയറ്റാതെ അടക്കം ചെയ്യപ്പെടുന്നു. ഇത്തരം കൊടും ക്രൂരതകൾ സഭയിൽ ഇന്നും തുടരുകയാണ്. കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലും പള്ളി കമ്മിറ്റികളിലും സെമിനാറുകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും 50% സംവരണം നൽകി തുല്യത ഉറപ്പാക്കണം. ഈ പാവപ്പെട്ട ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് പുരോഗമന ചിന്തയുള്ളവർ, ഡിസംബർ 21 ശനിയാഴ്ച 9:30 പാലായിൽ വെച്ച് നടക്കുന്ന പ്രസ്തുത കൺവെൻഷനിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പങ്കെടുക്കുന്നവർ മുൻകൂട്ടി അറിയിച്ചാൽ ഉചിതമായിരിക്കും. താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 9447
10 50 70, 86 06 12 15 35, 9447 13 63 92.